നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു സോഫ്റ്റ് പുട്ടിന്റെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇനി കടയിൽ നിന്ന് പുട്ടുപൊടിയൊന്നും മേടിക്കാനോ നിൽക്കാതെ ഈ രീതിയിലൊന്ന് പുട്ട് തയ്യാറാക്കി നോക്കൂ കേട്ടോ. പോകാം റെസിപ്പിയിലോട്ട്. പുട്ടിന് പൊടി നനച്ചെടുക്കാനായിട്ട് ഞാൻ അത്യാവശ്യം വായ്വട്ടമുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അരിപ്പൊടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പുട്ടിന് സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർത്തതിന് ശേഷം പൊടിയിൽ നല്ലപോലെ തിരുമ്പിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പുട്ടുപൊടി നനച്ചെടുക്കുന്നത്. അപ്പോഴാണ് പൊടി നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് പുട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അല്പാൽപമായിട്ട് ഒഴിച്ചിട്ട് പൊടി നനച്ചെടുക്കുക. ഞാനിവിടെ ഓൾമോസ്റ്റ് 1/2 കപ്പിനടുത്ത് വെള്ളം ഇവിടെ ചേർത്തിട്ടാണ് പൊടി രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നനച്ചെടുത്തിരിക്കുന്നത്. പൊടി നനച്ചെടുക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ആദ്യം വെള്ളം ഒഴിക്കരുത്, കുറച്ചിശെ തെളിച്ച് കൊടുത്തിട്ട് തന്നെ പൊടി നനച്ചെടുക്കുക. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ പൊടി നനച്ച ഉടനെ തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ട് തയ്യാറാക്കി എടുക്കുക. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചിരട്ടപ്പുട്ടില്ല എന്ന് വെച്ചാൽ സാധാ പുട്ടും കുറ്റിയിൽ തന്നെ പുട്ട് തയ്യാറാക്കി എടുക്കുക. പുട്ടിനുള്ള വെള്ളം ഞാൻ കുക്കറിലാണ് തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നത്. നല്ലപോലെ ആവി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പുട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിരട്ടപ്പുട്ടിന്റെ അച്ച് നമുക്ക് കുക്കറിന്റെ മേലോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. ആദ്യത്തെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിതൊരു വാഴയിലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ 2 പുട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പുട്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇലയിലോട്ട് തന്നെ വെച്ചു കൊടുക്കാം. അപ്പൊ നല്ല ആവി പറക്കണ സോഫ്റ്റ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പുട്ടിന് പൊടി നനച്ചപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ് പുട്ടിന്റെ റെസിപ്പിയാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടത്. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് ഇനി പുട്ടുപൊടിയൊന്നും മേടിക്കാൻ നിൽക്കണ്ട. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന സാധാ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പുട്ടിന്റെ റെസിപ്പിയാണ്. ഇപ്പൊ നമുക്ക് വില കൂടിയ അരി വേണമെന്നൊന്നുമില്ല. റേഷൻ അരി വറുത്ത് പൊടിച്ചതായാലും ഈ രീതിയിൽ തന്നെ സോഫ്റ്റ് പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും താങ്ക് യു.